ഹലോ, ഇന്ന് നമുക്ക് പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പയറ് കറി ആയാലോ. അപ്പം നല്ല തേങ്ങയൊക്കെ അരച്ചൊഴിച്ച നല്ല ചൂടുള്ള പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയും കൂടെയാണിത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഇത് തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു ചെറിയ പീസ് സവാളയും ഒരു 3-4 പച്ചമുളക് നടുകെ കയറിയതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരെ ഒരു 3-4, അതായത് ഒരു ഫസ്റ്റത്തെ വിസിൽ പോയതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിലും കൂടെ പോയിപ്പിച്ച് നമ്മൾ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് വെച്ചാൽ നന്നായിട്ട് ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ലെവലിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ട് ഒരു ഒട്ടും വെള്ളമില്ല കേട്ടോ ഇതിൽ, കണ്ടോ. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ല കറക്റ്റായിരുന്നു. ഞാനൊന്ന് കറക്റ്റ് വേവാണിത്. ഉടഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, നല്ല ഉടഞ്ഞു പോകുന്ന പരുവത്തിലല്ല, കറക്റ്റ് വേവിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ കിട്ടണം നമുക്ക്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് മാത്രം, ഇത് കുറച്ച് കട്ടിയുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഒരു ഇത്തിരി വെള്ളം, അരപ്പ് ഒഴിച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കുറേ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പയർ കറി ഉണ്ടാക്കിയിട്ട്. ഇതുപോലെ തന്നെ നമ്മൾക്ക് വൻപയർ, വെള്ളക്കടലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൂടുതൽ എരിവൊന്നും ഇല്ലാത്ത കറികളാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഈ പയർ കറി ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അതല്ലാതെ നമ്മൾ തേങ്ങ അരച്ചൊഴിക്കാതെ തന്നെ പയർ കറി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനിയൊന്ന് താളിച്ചൊഴിക്കണം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഇതൊന്ന് താളിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുക. എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അത് നെഗറ്റീവ് ആയാലും ശരി, പോസിറ്റീവ് ആയാലും ശരി, നിങ്ങൾ അറിയിക്കുക. എന്നാലേ കൂടുതലും ബെറ്ററായിട്ട് എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുള്ളൂ. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.